ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്കുള്ള സംശയം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതേ സംശയം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ആ ഒരു സംശയത്തിന്റെ ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, വേറെ ഒന്നുമല്ല. അതായത് ഇപ്പൊ നമ്മള് പെൺകുട്ടികൾക്ക് കല്യാണം കഴിയുന്നതിനും അതിന് മുമ്പത്തെ നമുക്ക് രണ്ട് പേരാണെന്ന് പറയാമല്ലോ. പക്ഷെ നമ്മൾ കല്യാണത്തിന് മുന്നേ നമ്മുടെ അച്ഛന്റെ പേരും കൂടിയാണ് നമ്മുടെ പേരിന്റെ ഇടയിൽ ചേർക്കാറ്. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും നമ്മൾ അച്ഛന്റെ പേര് മാറ്റി ഹസ്ബൻഡിന്റെ പേര് ചേർക്കാറുണ്ട്. എത്ര പേര് ഞാൻ പറയുന്ന ഈ കാര്യത്തോട് യോജിക്കുന്നുണ്ടെന്ന് എനിക്ക് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. എന്റെ വലിയൊരു സംശയം ആയതുകൊണ്ടാണ് ഇതൊരു കുട്ടി വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ നമ്മൾ എന്റെ ഒരു ഒപ്പീനിയൻ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പൊ നമ്മൾ സർട്ടിഫിക്കറ്റിൽ, അതായത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിലൊക്കെ നമ്മുടെ അച്ഛന്റെ പേരാണ് അതിൽ ആരായി വരും. നമ്മൾ ആ പേര് നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റത്തില്ല. അറിയാമല്ലോ, നമുക്ക് SSLC മാറ്റുമ്പോൾ ഒത്തിരി മെനക്കെട്ട പണിയാണ്. ഇപ്പൊ നമ്മൾ ആധാറോ അല്ലെങ്കിൽ പാൻ കാർഡോ അല്ലെങ്കിൽ മറ്റേ ഡ്രൈവിംഗ് ലൈസൻസോ ഒന്നും മാറ്റുന്ന പോലെയല്ല. കുറെ മെനക്കെട്ട പണിയാണ് നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് മാറ്റാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ പേര് ഒരിക്കലും മാറത്തില്ല. പിന്നെ എന്തിനാണ് ചില ആൾക്കാര്, ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പേര് കഴിഞ്ഞാൽ നമ്മള് ഹസ്ബൻഡിന്റെ പേരിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യത്തോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? ഇതെന്താ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നെന്നുള്ളത്? ഇപ്പൊ നമ്മള് പ്രൊട്ടക്ടർ, ഇപ്പൊ നമ്മുടെ അച്ഛൻ, അതായത് അച്ഛൻ നമുക്ക് കന്യാദാനം ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ ആ പേരെടുത്തിട്ടാണ് ഹസ്ബൻഡിന്റെ പേരിലോട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ പക്ഷെ നമ്മളൊരു കാര്യം, നമ്മൾ കെയർ ഓഫ് വെക്കുന്നുണ്ട്. മുമ്പ് കെയർ ഓഫ് വെക്കുമ്പോൾ നമ്മൾ അച്ഛന്റെ പേരെ കെയർ ഓഫ് വെക്കുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഹസ്ബൻഡിന്റെ പേരിലാണ് കെയർ ഓഫ് ആക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നൊന്ന് പറയാട്ടോ. കാരണം ഇത് എന്റെ ഒരു വലിയൊരു സംശയമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കാറ്. ബേസിക്കലി ഞാൻ ആ പേര് മാറ്റിയിട്ടില്ല, അതാണ് ഞാൻ എടുത്തു പറയാനുള്ള കാരണം. എന്റെ പേര് ഫുൾ പേരാണെങ്കിൽ സിജി കൃഷ്ണ എന്നാണ്. അപ്പൊ ഹസ്ബൻഡിന്റെ പേര് കിഷോർ കുമാർ എന്നാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഞാൻ ആ പേര് അങ്ങനെ മാറ്റിയിട്ടില്ല, കെയർ ഓഫ് മാത്രമേ ആക്കിയിട്ടുള്ളൂ. പേര് എന്റെ ഇപ്പോഴും സിജി, എല്ലാ ആധാർ കാർഡിലായിക്കോട്ടെ, SSLC ആയിക്കോട്ടെ, ബർത്ത് ആയിക്കോട്ടെ, SSLC ബർത്തിലും സിജി കൃഷ്ണ തന്നെയാണ്. പിന്നെ നമ്മൾ ആധാർ കാർഡിലും പാൻ കാർഡിലും ഒക്കെ നമ്മൾ മാറ്റിയിട്ട് എന്താ കാര്യം? ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ മറ്റു രണ്ടിലും ആ പേര് തന്നെയാണല്ലോ. ഇതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എനിക്ക് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? നിങ്ങൾ പറയാട്ടോ. കാരണം എനിക്ക് ലോജിക്കും തോന്നിയിട്ടില്ല. കാരണം വെച്ചാല് പലരും ഇങ്ങനെ, ഞാനിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളിലാണ്. അപ്പൊ അവരിങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട് പേര് ഹസ്ബൻഡിന്റെ പേരിലോട്ട് ആക്കണം അങ്ങനെയൊക്കെ. അപ്പൊ അതിൽ എന്ത് കാര്യമുള്ളത്? നമ്മൾ ആക്കിയിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് ഹസ്ബൻഡിന്റെ പേര് പിന്നീടാണ് വന്നത്. എല്ലാവരും അങ്ങനെ മാറ്റാറുണ്ട്. ഇപ്പം ഞാൻ എന്നെയല്ല പറയുന്നത്, എന്റെ സിസ്റ്റർ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മ, എന്റെ സിസ്റ്റർ, പണ്ടത്തെ കാലത്ത് മിക്കവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. കല്യാണത്തിന് മുന്നേ ഒരു പേര്, കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു പേര്. അപ്പൊ അത് നമുക്കത് ഒട്ടും ലോജിക് ആയിട്ട് തോന്നത്തില്ല. ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കണം, പിന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ മെനക്കെട്ട ഒരു പണിയാണ്, അല്ലെ? നമ്മൾ കല്യാണ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാ വരുന്നത്? നമ്മുടെ പേര് തന്നെയാ വരുന്നത്. നമ്മൾ എന്ത് പേരാണോ ആ പേരേ വരത്തുള്ളൂ അതില്. അപ്പൊ നമ്മൾ ഇത്രയൊക്കെ സർട്ടിഫിക്കറ്റിൽ ഈ പേരുണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്തായാലും നമുക്ക് SSLC മാറ്റാൻ പറ്റത്തില്ല. എന്ത് മാറ്റിയാലും ശരി നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് അങ്ങനത്തെ സംശയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പേര് മാറ്റാതിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇത് എന്ത് ലോജിക്കാണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, എന്റെ സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ, അതോ എനിക്ക് മാത്രമാണോ ഈ സംശയം ഉള്ളത് എന്നുള്ളത് എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംശയം ഷെയർ ചെയ്ത് തുടങ്ങി. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ ചോദിക്കാറുണ്ട്, പലരോടെയും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും പറഞ്ഞു, ഓ അത് അങ്ങനെയാണ്, ഹസ്ബൻഡ് പേരിലോട്ടാക്കും, അത് നല്ലതല്ലേ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഓരോരുത്തർ കാഷ്വൽ ആയിട്ടും അല്ലാതെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ലോജിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് അറിയാം അല്ലെങ്കിൽ അറിയത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എന്തായാലും ശരി താരം കമന്റ് ചെയ്തോളൂ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സി യു.